CPIയുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് മുന്നണിയിൽ ചർച്ച ചെയ്യാതെ സർക്കാർ ഒപ്പുവെച്ച PM ശ്രീ പദ്ധതി എന്താണ്? പദ്ധതിയിൽ ചേർന്നാൽ സംസ്ഥാനത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കേന്ദ്ര ഫണ്ടുകൾ കിട്ടണമെങ്കിൽ ഈ പദ്ധതി അത്യാവശ്യമാണോ? വിദ്യാഭ്യാസ മേഖലയിൽ ഈ പദ്ധതി അനിവാര്യമാണോ? 2020 നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEPയുടെ ഭാഗമായി 2022 സെപ്റ്റംബർ 7 അവതരിപ്പിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ PM ശ്രീ. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് പ്രധാനമായും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതായി കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നു. രാജ്യത്തെ 14,500 സർക്കാർ സ്കൂളുകളെ മാതൃകാ സ്ഥാപനങ്ങളായി ഉയർത്തുകയാണ് ലക്ഷ്യം. ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകളെ ഇതിനായി തെരഞ്ഞെടുക്കുന്നു. 27,360 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്. രാജ്യത്ത് നിലവിലുള്ള വിദ്യാഭ്യാസ രീതി മെച്ചപ്പെടുത്തുക, സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക തുടങ്ങിയവയാണ് പ്രഖ്യാപിത ലക്ഷ്യങ്ങളായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത്. ഇവയെല്ലാം 2020 NEPയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലായിരിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. കേടുപാടുകളില്ലാത്ത സ്കൂൾ കെട്ടിടം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു ടോയ്ലറ്റ് വീതമെങ്കിലും ഉണ്ടായിരിക്കണം, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി റാമ്പുകൾ തുടങ്ങിയ മാനദണ്ഡങ്ങൾ സ്കൂളുകൾക്ക് നിർദ്ദേശിച്ചിരുന്നു. ഇവ പ്രകാരമുള്ള ചാലഞ്ച് മോഡ് വഴിയാണ് സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നത്. കുട്ടികളുടെ പഠന നിലവാരം, അധ്യാപകരുടെ നിലവാരം തുടങ്ങിയ മറ്റ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് സ്കോറുകളും ഏർപ്പെടുത്തി. നഗരപ്രദേശങ്ങളിൽ 70%, ഗ്രാമപ്രദേശങ്ങളിൽ 60% സ്കോർ ലഭിച്ചാൽ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനാവും. പദ്ധതിയുടെ നടത്തിപ്പിന് 60-40 എന്ന അനുപാതത്തിലായിരിക്കും ഫണ്ട് അനുവദിക്കുക. അതായത് 60% കേന്ദ്രവും 40% സംസ്ഥാനവും നൽകണം. ഒരു സ്കൂളിന് പരമാവധി ലഭിക്കുക 1.13 കോടി രൂപയായിരിക്കും. ഈ സ്കൂളുകളിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുകയും സ്കൂളിന്റെ പേരിന് മുന്നിലായി PM ശ്രീ എന്ന് ചേർക്കുകയും പ്രധാനമന്ത്രിയുടെ ചിത്രം പതിക്കുകയും വേണം. സ്കൂളുകളിൽ സംസ്ഥാന സിലബസ് ആയിരിക്കില്ല, NCERT സിലബസ് ആയിരിക്കും നടപ്പിലാക്കുക. ശാസ്ത്ര വിഷയങ്ങൾ, കല, സ്പോർട്സ് എന്നിവയിൽ പ്രത്യേക ഊന്നൽ നൽകും. ഗ്രൗണ്ട് അടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കും. സയൻസ് സർക്കിൾ, ഗണിത സർക്കിൾ തുടങ്ങിയവ നടപ്പിലാക്കും. കൃഷിയുടെ പ്രോത്സാഹനത്തിനായി ഹരിത വിദ്യാലയം, പരിസ്ഥിതി ജലസംരക്ഷണം തുടങ്ങിയവയ്ക്കായുള്ള പാഠ്യ പരിപാടികൾ എന്നിവ നടപ്പിലാക്കും എന്നിവയായിരുന്നു വാഗ്ദാനങ്ങൾ. NEP അഥവാ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഫ്രെയിംവർക്കിലുള്ള പദ്ധതി ആയതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് ഇടതു പാർട്ടികൾ വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയർത്തിയിരുന്നു. NCERT സിലബസിൽ കേന്ദ്ര സർക്കാർ പലപ്പോഴായി കൊണ്ടുവന്ന മാറ്റങ്ങൾ RSS താൽപ്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ളതായിരുന്നുവെന്ന വിമർശനമാണ് പ്രധാനമായും ഉയർന്നത്. ചരിത്രത്തെ കാവ്യവൽക്കരിക്കുന്ന സമീപനമാണെന്നും വിമർശനം ഉയർന്നു. പദ്ധതിയിൽ ചേരണമെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ഒരു ധാരണാപത്രത്തിൽ സംസ്ഥാനം ഒപ്പുവെക്കേണ്ടതായുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നയം ഏറെക്കുറെ നടപ്പിലാക്കിയിരുന്നു. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മേഖലയെ ഹിന്ദുത്വവൽക്കരിക്കുകയാണ് നയത്തിന്റെ ലക്ഷ്യമെന്ന വിമർശനം ഇടതു പാർട്ടികളാണ് പ്രധാനമായും ഉയർത്തിയത്. വിദ്യാഭ്യാസത്തിൽ സ്വകാര്യവൽക്കരണവും വർഗീയവൽക്കരണവും പ്രോത്സാഹിപ്പിക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്നും ഇടതുപക്ഷം നിലപാടെടുത്തു. 1986 വിദ്യാഭ്യാസ നയം പൊളിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ 2020 NEP അവതരിപ്പിക്കുന്നത്. പുതിയ നയത്തിലെ ഹിന്ദിക്കും സംസ്കൃതത്തിനും പ്രാധാന്യം നൽകുന്ന ത്രിഭാഷാ നയത്തിനെതിരെയാണ് തമിഴ്നാട് ആദ്യം രംഗത്തെത്തിയത്. കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ഹിന്ദുത്വ നയമാണ് ഇതിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്ന് തമിഴ്നാട് ആരോപിച്ചു. SSK ഫണ്ട് അടക്കം 1,500 കോടി രൂപയോളം പദ്ധതിയിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും ഫണ്ട് പാഴാക്കാൻ കഴിയാത്തതിനാലാണ് ഒപ്പുവെച്ചതെന്നുമാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നൽകിയ വിശദീകരണം. ഈ ഫണ്ടുകൾ പദ്ധതിയിൽ ഒപ്പുവെച്ചതിനാൽ ഉടൻ ലഭിക്കുമെന്നും മന്ത്രി അവകാശപ്പെടുന്നു. ഫണ്ടുകൾ ലഭിക്കാനുള്ള തന്ത്രപരമായ നീക്കമായിരുന്നു ഇതെന്നും മന്ത്രി പറയുന്നുണ്ട്. എന്നാൽ NEP ഫ്രെയിംവർക്കിനുള്ളിലുള്ള PM ശ്രീയിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ NEP നടപ്പാക്കേണ്ടി വരും. അത് നടപ്പാക്കാതെ മുന്നോട്ട് പോകാൻ എങ്ങനെ കഴിയും എന്നതാണ് പ്രധാന ചോദ്യം.